111 റൺസ്. പോയ 3 മത്സരങ്ങളിൽ ഡെത്ത് ഓവറുകളിലെ 40 പന്തുകളിൽ ചെന്നൈ കൺസീഡ് ചെയ്ത റൺസാണിത്. എക്കണോമി റേറ്റ് 16 മുകളിൽ. അതായത് റൺസ് വിട്ടുകൊടുത്തവരിൽ മറ്റേതൊരു ടീമിനേക്കാളും ബഹുദൂരം മുന്നിൽ. 3 മാച്ചിലും CSKയുടെ തോൽവിക്ക് ആധാരമായ സുപ്രധാന കണക്കുകളിലൊന്ന്. 2025-ൽ അമ്പയെ പരാജയമായ സീസണായിട്ട് പോലും അവസാന 4 ഓവറുകളിൽ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ചെന്നൈ ബോളർമാർ പുറത്തെടുത്തിരുന്നത്. മാറ്റങ്ങളോടെ പുതിയ സീസണിലേക്ക് എത്തിയ മുൻ ചാമ്പ്യന്മാർക്ക് എവിടെയാണ് തെറ്റുന്നത്? ബാറ്റിങ്ങിലെ കോമ്പിനേഷനിലെ പ്രശ്നങ്ങൾ മുതൽ ദുർബലമായ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ കാരണമായുണ്ട്. ഇതിനെല്ലാം പുറമെ ക്യാപ്റ്റൻസി പരാജയമാണെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ മത്സരങ്ങൾ 3 ആയിട്ടുള്ളൂ. തിരിച്ചുവരവിന് ഇനിയും സമയമുണ്ട്. ശനിയാഴ്ച ഫോമിലുള്ള ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് CSKയുടെ അടുത്ത മത്സരം. പരിക്ക് മൂലം പുറത്തായിരുന്ന സാക്ഷാൽ ധോണിയും സൗത്ത് ആഫ്രിക്കൻ ഫയർ ബാൻഡ് ഡെവാൾഡ് ബ്രേവിസും ഫിറ്റ്നസ് വീണ്ടെടുത്ത് മടങ്ങിയെത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഗെയ്ക്വാദും സ്റ്റീഫൻ ഫ്ലെമിങ്ങും ഇരുവരുടെയും തിരിച്ചുവരവ് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു. ബ്രേവിസ് ധോണി കംബാക്ക് ടീമിന് വലിയ കോൺഫിഡൻസ് നൽകുമെന്ന കാര്യം തീർച്ചയാണ്. ധോണിയുടെ സാന്നിധ്യം ക്യാപ്റ്റൻസിലടക്കം ഗെയ്ക്വാദിനും പോസിറ്റീവാണ്. പക്ഷേ ആരാധകർ ഉറ്റുനോക്കുന്നത് മറ്റൊന്നാണ്. ടീം കോമ്പിനേഷനിൽ മാറ്റമുണ്ടാകുമോ? ഓപ്പണിങ്ങിൽ സഞ്ജുവിനൊപ്പം ആയുഷ് മാത്രം എത്തുമോ? പോയ 3 മത്സരങ്ങളിലും സഞ്ജു ഗെയ്ക്വാദ് ഓപ്പണിംഗ് സഖ്യത്തിന് ചെന്നൈക്കായി ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിരുന്നില്ല. നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജുവിൻ്റെ കാര്യത്തിൽ CSK മാനേജ്മെൻറ്റിന് ആശങ്കയൊന്നുമില്ല. പുതിയ ഫ്രാഞ്ചൈസിക്കൊപ്പം താരം പൊരുത്തപ്പെട്ടു വരികയാണെന്നും ശക്തമായി തിരിച്ചു വരുമെന്നുമാണ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്. എല്ലാ മത്സരങ്ങളിലും ഫോമായില്ലെങ്കിലും സഞ്ജു മാച്ച് വിന്നറാണെന്നാണ് ഫ്ലെമിങ്ങിൻ്റെ അഭിപ്രായം. എന്നാൽ ഗെയ്ക്വാദ് ഓപ്പണിങ്ങിൽ സെറ്റാകാത്തതാണ് ടീം നേരിടുന്ന പ്രധാന വെല്ലുവിളി. പവർ പ്ലേ ഓവറുകളിൽ ഗെയ്ക്വാദിൻ്റെ മെല്ലപ്പോക്ക് സഞ്ജുവിനെ പ്രഷറിലാക്കുന്നുവെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഫിയർലെസ് ബാറ്റിംഗ് അപ്രോച്ചുമായി ആയുഷ് മാത്രം എത്തുമ്പോൾ മലയാളി താരത്തിന് സമ്മർദ്ദമില്ലാതെ ബാറ്റ് വീശാനുമാകും. പോയ സീസണിൽ വൺഡൗണായി കളിച്ചിരുന്ന ഗെയ്ക്വാദിനെ ആ റോളിൽ ശോഭിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഡെവാൾഡ് ബ്രേവിസ് മടങ്ങിയെത്തിയാലും നിലവിൽ മികച്ച ഫോമിലുള്ള സർഫറാസ് ഖാൻ തന്നെയാകും 4-ാം നമ്പറിൽ ക്രീസിലെത്തുക. വെറും 75 ലക്ഷത്തിന് ടീമിലെത്തിച്ച സർഫറാസ് ഇതിനകം ടീമിൻ്റെ സുപ്രധാന താരമായിട്ടുണ്ട്. 14.20 കോടി നൽകിയ പ്രതീക്ഷയോടെ എത്തിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ കാർത്തിക് ശർമ്മ ഫോമിലല്ല. ധോണി വരുന്നതോടെ കാർത്തിക് മാറിയേക്കും. അതേസമയം അരങ്ങേറ്റ മത്സരത്തിൽ മങ്ങിയെങ്കിലും RCBക്കെതിരെ യങ് താരം പ്രശാന്ത് വീർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ 2 ഡൊമസ്റ്റിക് ബിഗ് ഹിറ്റർമാരിൽ വലിയ പ്രതീക്ഷയാണ് ചെന്നൈ ആരാധകർക്കുള്ളത്. കാർത്തിക് ശർമ്മയ്ക്ക് പകരം ഉർവിൽ പട്ടേലിന് വരും മത്സരങ്ങളിൽ അവസരം നൽകാനുള്ള സാധ്യതയും പലരും പറയുന്നു. 2025 പതിപ്പിൽ 3 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ഉർവിൽ പട്ടേൽ ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തിയിരുന്നത്. വരും മത്സരങ്ങളിൽ MS ധോണി കൂടി പ്ലേയിങ് ഇലവനെത്തിയാൽ ഫിനിഷിങ്ങിലടക്കം ചെന്നൈക്കത് പോസിറ്റീവാകും. മധ്യ ഓവറുകളിൽ ശിവൻ ദുബേക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കാനും ധോണിയുടെ വരവ് സഹായകരമാകും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെന്നൈ പോയ 2 മത്സരങ്ങളിലും 200 കടന്നിട്ടുണ്ട്. അത് അവരുടെ ബാറ്റിംഗ് ഡെപ്തിനെയാണ് കാണിക്കുന്നത്. പരിക്ക് കാരണം റോൾഡ് ഔട്ടായ ഓസീസ് പേസർ നഥാൻ എല്ലിസിൻ്റെ അഭാവം ഇതുവരെ ടീമിന് പരിഹരിക്കാനായില്ല. ഡെത്ത് ഓവറിലടക്കം ടീം ഏറ്റവും പ്രതീക്ഷ വെച്ച താരമായിരുന്നു എല്ലിസ്. ബൗളിങ്ങിൽ മികച്ചൊരു കോമ്പിനേഷൻ കൊണ്ടുവരാനാകാത്തത് പോയ കളിയിലെല്ലാം തെളിഞ്ഞു കാണുകയും ചെയ്തു. ഖലീൽ അഹമ്മദ് മാറ്റ് ഹെൻറി പേസ് കോംബോക്ക് പവർ പ്ലേയിൽ പലപ്പോഴും നിർണായകമായ ബ്രേക്ക് ത്രൂ വിക്കറ്റ് നൽകാനാകുന്നില്ല. ഡെത്ത് ഓവറുകളിലും ഇരുവരും റൺസ് യഥേഷ്ടം വിട്ടുകൊടുക്കുന്നു. ഇത് കളി കൈവിടുന്നതിന് പ്രധാന കാരണമാണ്. എല്ലിസിന് പകരം എത്തിച്ച ഓസീസ് പേസർ സ്പെൻസർ ജോൺസൺ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്നില്ലതും തിരിച്ചടിയാണ്. 5 വിക്കറ്റ് നേടിയ അൻഷുൽ കംബോജ് മാത്രമാണ് ബോളിങ്ങിൽ അല്പമെങ്കിലും തെളിഞ്ഞത്. ബാറ്റിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബോളിങ്ങിൽ ജാമി ഓവർട്ടണ് കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകാനാകുന്നില്ല. പകരക്കാരനായി ന്യൂസിലാൻഡിൻ്റെ പേസ് ബോളർ സാക് വോക്സാണ് സ്ക്വാഡിലുള്ളത്. എന്നാൽ ഇന്ത്യൻ കണ്ടീഷനിൽ ഈ കിവി ബോളർ എത്രത്തോളം സെറ്റാകുമെന്നതും കണ്ടുതന്നെ അറിയണം. വലിയ പ്രതീക്ഷ വെച്ചിരുന്ന അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദിൻ്റെ മോശം പെർഫോമൻസ് പോയ 3 കളിലും ചെന്നൈ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. സ്പിന്നിനെ തുളക്കുന്ന ചെപ്പോക്കിലടക്കം പന്തറിഞ്ഞിട്ടും ഇതുവരെ ഒരു വിക്കറ്റ് പോലും പോക്കറ്റിലാക്കാൻ നൂർ അഹമ്മദിനായിട്ടില്ല. പോയ സീസണിൽ 24 വിക്കറ്റ് വീഴ്ത്തിയ ഈ അഫ്ഗാൻ ലെഫ്റ്റ് ആം സ്പിന്നർ പോയ സീസണിലെ ഫോമിൻ്റെ നിഴൽ മാത്രമാണ്. 6 റഷ്യനടക്കം മികച്ച സ്പിൻ നിരയുണ്ടായിരുന്ന ചെന്നൈക്ക് നൂർ അഹമ്മദ് ഫോമിലെത്തേണ്ടത് വരും മത്സരങ്ങളിൽ പ്രാധാന്യമുള്ളതാണ്. അഖേൽ ഹുസൈനെ പോലൊരു താരത്തെ എന്തിനു പുറത്തിരുത്തുന്നുവെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ശരാശരി ബോളിംഗ് നിരയെ വെച്ച് IPL കിരീടം സ്വന്തമാക്കിയ ഭൂതകാലം ചെന്നൈക്കുണ്ട്. എതിരാളികൾ പോലും എഴുതിത്തള്ളിയെടുത്തു നിന്നുമുള്ള സ്ട്രോങ് കംബാക്കുകളും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം ധോണി എന്ന നായകൻ്റെ കൂർമ്മ ബുദ്ധിയായിരുന്നു യെല്ലോ ആർമിയുടെ കരുത്ത്. എന്നാൽ പഞ്ചാബിനെതിരായ മത്സരത്തിലടക്കം ഗെയ്ക്വാദിൻ്റെ പല തീരുമാനങ്ങളും പാളുന്നതാണ് കണ്ടത്. ഫീൽഡിംഗ് വിന്യാസം മുതൽ ബൗളിംഗ് ചേഞ്ച് വരെ പരാജയത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നു. ഇതോടെ ക്യാപ്റ്റൻസിയിലേക്ക് സഞ്ജു സാംസണിനെ മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അംഗങ്ങൾ ഏറെ കണ്ട ധോണിയിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നവരുമുണ്ട്. ചെന്നൈയെ വിജയ് വഴിയിലേക്ക് തിരികെ എത്തിക്കാൻ ധോണിയുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമോ? ടീം ഫോർമേഷനിൽ മാറ്റം വരുത്താൻ CSK തയ്യാറാകുമോ?